ഭുവനേശ്വരി നമഃ. നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ജന്മ നക്ഷത്ര പ്രകാരം കാര്യവിജയം ലഭിക്കപ്പെടാൻ വേണ്ടി അനുകൂലമാക്കേണ്ട വഴിപാടുകൾ കഴിക്കേണ്ട ശ്രേഷ്ഠമായ പരിഹാരങ്ങൾ കഴിക്കേണ്ടതായിട്ടുള്ള അനുകൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഒരു ചിന്ത എന്ന് പറയുന്നത് നമുക്ക് മുൻപോട്ടുള്ള നമ്മുടെ ജന്മനക്ഷത്രത്തിന്റെ മുൻപോട്ടുള്ള 9 നക്ഷത്രങ്ങളെ കണക്കാക്കി പലതരത്തിലുള്ള ഭാവങ്ങളോടുകൂടിയാണ് ആ നക്ഷത്രത്തിൽ വഴിപാടുകൾ കഴിക്കേണ്ടത്. ഏത് ഭാവത്തിലാണ്, ഏത് സ്വരൂപത്തിലാണ് ആ നക്ഷത്രം നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം ജന്മനക്ഷത്രം എന്ന് പറയുന്നത് പൊതുവെ ശരീരത്തിനും മനസ്സിനും ആയുസ്സിനും ഒക്കെ ഭീഷണി ഉയർത്തുന്ന ഒരു നക്ഷത്രം തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കപ്പെടുകയും ചെയ്യുകയും അതുകൊണ്ട് തന്നെ നമ്മൾ ജന്മനക്ഷത്രം അല്ലെ പക്ക നക്ഷത്ര പ്രകാരം നമ്മൾ പരിഹാരങ്ങൾ കഴിക്കുകയും ഐശ്വര്യലബ്ധി ഭാഗവതങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നക്ഷത്രമാണ്. എന്നാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ അനുഭവിക്കപ്പെടും. പ്രത്യേകിച്ച് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ഈ സാമ്പത്തിക പ്രയാസം നമുക്ക് വളരെ കൂടുതലായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത നക്ഷത്രമായ പുണർതം നക്ഷത്രത്തിൽ വേണം നമ്മൾ പരിഹാരങ്ങൾ കഴിക്കേണ്ടത്. സാമ്പത്തികപരമായ ഐശ്വര്യലബ്ധി ഭാഗബലങ്ങൾ കടാക്ഷിക്കപ്പെടുക, പ്രത്യേകിച്ച് കുബേരപ്രീതി ഭാഗബലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുക, ലക്ഷ്മി കടാക്ഷമൊക്കെ ഉണ്ടാകുക. ഇത്തരത്തിലുള്ള പരിഹാരങ്ങളൊക്കെ തന്നെ ഈ സമ്പത്ത് നക്ഷത്രമായ പുണർതം നക്ഷത്രത്തിൽ വേണം വഴിപാടുകൾ കഴിക്കാൻ. അതുപോലെ തന്നെ വിപത്ത് നക്ഷത്രം, ഈ വിപത്ത് എന്ന് പറയുമ്പോൾ ആപത്തനർത്ഥങ്ങളൊക്കെ ഉണ്ടാകുക, അപകടങ്ങൾ ഉണ്ടാകുക, രോഗങ്ങൾക്ക് തുടക്കം കുറിക്കുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഈ യാത്രകളൊക്കെ തന്നെ ഈ പൂയം നക്ഷത്രത്തിലാണ് ഈ വിപത്ത് നക്ഷത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൂയം നക്ഷത്രത്തിൽ പരിഹാരങ്ങൾ കഴിക്കുക. ആ ദിവസങ്ങൾ യാത്രകള് അല്ലെങ്കിൽ അനർത്ഥങ്ങളൊക്കെ വളരെ കൂടുതലായി ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആ നക്ഷത്ര ദിവസം പരിഹാരങ്ങൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും. പ്രത്യേകിച്ച് ഉത്കൃഷ്ടമായ ചില കാര്യങ്ങളൊന്നും നടപ്പാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു നക്ഷത്രത്തില്. അതുപോലെ തന്നെ ക്ഷേമ നക്ഷത്രം, നമുക്ക് സുഭിക്ഷിതമായ ജീവിതാവസ്ഥ ഉണ്ടാകാം. ക്ഷേമാവസ്ഥ ഭാഗബലങ്ങൾ കടാക്ഷിക്കപ്പെടും. അന്നത്തിനൊന്നും മുട്ടുവരാതെ എല്ലാവിധമായ കാര്യങ്ങൾ സുഭിക്ഷമായ ജീവിതാവസ്ഥ ഉണ്ടാവാൻ വേണ്ടി ക്ഷേമ നക്ഷത്രം എന്ന് പറയും. ക്ഷേമ നക്ഷത്രം ഈ തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ആയില്യം നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ ആയില്യം നക്ഷത്രത്തിൽ പരിഹാരങ്ങൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും. അതുപോലെ പ്രത്യേക നക്ഷത്രം, ഈ പ്രത്യേക നക്ഷത്രം എന്ന് പറയുമ്പോൾ ഈ തടസ്സങ്ങൾ ഉണ്ടാവുക. നമുക്ക് ഏത് കാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് വിദേശ യാത്രകളോ തൊഴിൽപരമായ കാര്യങ്ങളോ ചില ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്താൽ നടക്കാതെ വരിക, ചില ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾ നടക്കാതെ വരിക, ഒരു വാഹനം അല്ലെ ഭൂമി അല്ലെ ഭവനം, ഇങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഓരോ വ്യക്തികൾക്ക് ഉണ്ടാകും. ഇത്തരത്തിലുള്ള തന്നെ ചില തടസ്സങ്ങൾ നേരിടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് തടസ്സങ്ങൾ നേരിടുന്ന ഒരു ദിവസം കൂടി ഈ മകം നക്ഷത്രം വരെ, അതാണ് പ്രത്യേക നക്ഷത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മകം നക്ഷത്രത്തിൽ പരിഹാരങ്ങൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും. അടുത്ത നക്ഷത്രമായ സാധന നക്ഷത്രം, പ്രത്യേകിച്ച് ആഗ്രഹ സാഫല്യം ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രത്യേകതയാണ്. ഈ ആഗ്രഹ സാഫല്യം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ വാഹനം വാങ്ങുക, വീട് വെക്കുക, ഭൂമി വാങ്ങുക, ഒരു വിവാഹം കഴിക്കുക, നല്ലൊരു ജോലി ലഭിക്കപ്പെടുക, വിദേശ യാത്രകൾ, അങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചുണ്ടാകും. അങ്ങനെ ആഗ്രഹ സാഫല്യം, സാധനപരമായ ഗുണഫലങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പൂരം നക്ഷത്രത്തിൽ വഴിപാടുകൾ കഴിക്കുകയും ഈ പൂരം നക്ഷത്രത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമായിരിക്കും. അടുത്ത നക്ഷത്രമായ നിധന നക്ഷത്രം, ഈ നിധന നക്ഷത്രം എന്ന് പറയുമ്പോൾ അപകടങ്ങള്, യാത്രാക്ലേശങ്ങള്, രോഗങ്ങൾ മൂർധന്യാവസ്ഥയിൽ എത്തുക, ഈ സമയത്ത് ചില ആശുപത്രി പോക്കുകളൊക്കെ വളരെ ഒഴിവാക്കുക, അത് അനർത്ഥങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവുക. ഈ ആശുപത്രി ചെന്നാൽ തന്നെ സ്വാഭാവികം അതിൽ നിന്ന് ചിലപ്പം നമ്മൾ ഡിസ്ചാർജ് ആയി വരാൻ കാലതാമസം നേരിടുക. അതുകൊണ്ട് തന്നെ ആ ദിവസം എന്ന് പറയുന്നത് നിധന നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രത്തിൽ പരിഹാരങ്ങൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും. അടുത്ത നക്ഷത്രമായ മിത്ര നക്ഷത്രം, ഈ മിത്ര നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. ഈ അത്തം നക്ഷത്രത്തിൽ പ്രത്യേക സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ ഒക്കെ തന്നെ ആനുകൂല്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടി, ബന്ധങ്ങൾ നിലനിർത്തുക, നമുക്ക് അനുകൂലപരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുക. പ്രത്യേകിച്ച് കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് യോഗഫലങ്ങൾ കടാക്ഷിക്കപ്പെടും. നമുക്ക് ഈ നക്ഷത്ര ജാതകർക്ക്, പ്രത്യേകിച്ച് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് അനുകൂലമാക്കാൻ സാധിക്കപ്പെടുന്ന നക്ഷത്രമാണ് അത്തം നക്ഷത്രം. ഈ അത്തം നക്ഷത്രത്തിൽ പരിഹാരങ്ങൾ കഴിക്കുക, ആ നക്ഷത്ര ദിവസം ബന്ധങ്ങളൊക്കെ കൂടുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമായിരിക്കും. 9ാമതായി ദാമ്പത്യ പ്രണയ തൊഴിൽപരമായ മേലധികാരികളുടെ ഒക്കെ തന്നെ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പരമമിത്ര നക്ഷത്രം, പ്രത്യേകിച്ച് കുടുംബങ്ങൾക്ക് മൂല്യമുണ്ടാകുന്ന, പ്രണയങ്ങൾ സഫലീകരിക്കാൻ സാധിക്കപ്പെടുന്ന, പ്രണയബന്ധങ്ങൾ വഴക്കുകളും കലഹപ്രിയത്വങ്ങളും ഒക്കെ സംഭവിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് മാറ്റം സംഭവിക്കപ്പെടാൻ വേണ്ടി, അതുപോലെ ഉദ്യോഗലബ്ധി ഭാഗബലം തൊഴിൽപരമായ മേഖല മേലധികാരികളുടെ ആനുകൂല്യം ലഭിക്കപ്പെടാൻ വേണ്ടി, ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലപര അവസ്ഥ ഉണ്ടാവാൻ വേണ്ടി, അത് പരമമിത്ര നക്ഷത്രമായ ചിത്തിര നക്ഷത്രത്തിൽ വേണം തിരുവാതിര നക്ഷത്ര ജാതകര് പരിഹാരങ്ങൾ കഴിക്കേണ്ടത്. ഈ പറയുന്ന 9 നക്ഷത്രമാണ് ഇവർക്ക് അനുകൂലപരമായ നക്ഷത്രം. ജീവിതത്തിന്റെ പലതരത്തിലുള്ള പല ഘട്ടങ്ങളെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ നക്ഷത്രത്തിന്റെ ഭാവങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്.
ഓരോ നക്ഷത്രം ഓരോ ദിവസമായിട്ട് തന്നെയാണ് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത കുടുംബാംഗങ്ങളുടെ നക്ഷത്രം അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജ്യോതിഷത്തിന്റെ പുതിയ പാഠത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. നന്ദി, നമസ്കാരം.